ഹായ് നമസ്കാരം പ്രിയ സിനിമാ സ്നേഹികളെ, ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ആഴ്ച പ്രധാനമായും 2 ചിത്രങ്ങളാണ് റിലീസായിരിക്കുന്നത്. അത് വിഷു ചിത്രമായിരുന്നു. ഒന്ന് പള്ളിച്ചട്ടമ്പി എന്നൊരു പടമാണ്. രണ്ടാമത്തെ പടം ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയാണ്. ഏതായാലും 2 സിനിമകളുടെയും റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ടൊവിനോ തോമസ്, ഡിജോ ജോസ് ആൻ്റണി കൂട്ടുകെട്ടിൽ 2026 ഏപ്രിൽ 15 പുറത്തിറങ്ങിയ ബിഗ് ബജറ്റ് ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. 1950കളിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും സാമൂഹിക മാറ്റങ്ങളെയും പശ്ചാത്തലമാക്കിയാണ് ഈ ഒരു ചിത്രം പള്ളിച്ചട്ടമ്പി എന്ന സിനിമ. കേരള ചരിത്രത്തിലെ നിർണായകമായ ഒരു കാലഘട്ടത്തെയാണ് സിനിമ പ്രതിനിധീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണവും ഭൂനയങ്ങളും ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ഒരു ഗ്രാമത്തിൽ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതാണ് കഥയുടെ അടിസ്ഥാനം. ഇടുക്കിയിലെ ഒരു ഹൈറേഞ്ച് ഗ്രാമത്തിലേക്ക് പള്ളിയുടെ ആവശ്യപ്രകാരം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെത്തുന്ന ക്രിസ്റ്റഫർ, അതായത് ടൊവിനോ തോമസ് ആണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഈ ചട്ടമ്പിയുടെ കഥയാണിത്. കഥാപാത്രത്തിൻ്റെ ശാരീരിക ക്ഷമതയും ആക്ഷൻ രംഗങ്ങളിലെ തീവ്രതയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. റെബേക്ക എന്ന കഥാപാത്രമായി കായതു എത്തുകയാണ്. കഥയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഈ ഒരു കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ടെങ്കിലും ഡബ്ബിങ്ങിലെ ചില പോരായ്മകൾ പ്രകടമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സിനിമയിലെ ഏറ്റവും വലിയ സർപ്രൈസ് പൃഥ്വിരാജിൻ്റെ സാന്നിധ്യമാണ്. പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാർ എന്ന വില്ലൻ വേഷത്തിൽ അദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ തിയേറ്ററുകളിൽ വലിയ ഓളം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. മറ്റ് താരങ്ങളായിട്ട് വിജയരാഘവൻ, സിദ്ദിഖ്, ജോണി ആൻ്റണി എന്നിവർ തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട്. സാങ്കേതിക വശങ്ങൾ നമുക്ക് നോക്കാം. സംവിധാനം ഡിജോ തോമസ് ആൻ്റണിയാണ്. മികച്ച നിലവാരത്തിലുള്ള നിർമ്മാണമാണ്. മാസ് രംഗങ്ങൾ മനോഹരമായി ഒരുക്കിയെങ്കിലും കഥാപ്രസംഗം പോലെ ചിലയിടങ്ങളിൽ ലൗഡാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ജേക്സ് ബിജോയുടെ സംഗീതമാണ്. സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ജേക്സിൻ്റെ BGM ആണെന്ന് പറയാം. കാട്ടുചെമ്പകം എന്ന ഗാനം ഇതിനോടകം തന്നെ വളരെ ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഛായാഗ്രഹണം പീരിയഡ് സിനിമയ്ക്ക് ആവശ്യമായ കളർ ടോണും വിഷ്വലുകളും മികച്ച രീതിയിലാണ് ടിജോ ടോമി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നോക്കുവാണെങ്കിൽ സിനിമയുടെ സ്കെയിലും മേക്കിങ്ങും മലയാളത്തിൽ അപൂർവമായി കാണുന്ന രീതിയിലാണ് എന്ന് പറയാം. ആക്ഷൻ സീക്വൻസുകൾ സന്തോഷ് ഒരുക്കിയ സ്റ്റണ്ടുകളാണ് ഇതിൽ തിയേറ്ററിൽ മികച്ച ഇമ്പാക്റ്റ് നൽകുന്നത്. കൂടാതെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെയുണ്ട്. കേരളത്തിലെ പഴയകാല രാഷ്ട്രീയവും വിമോചന സമരവുമൊക്കെ സിനിമയിൽ പരാമർശിക്കുന്നത് ശ്രദ്ധേയമാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ തിരക്കഥയിലെ പോരായ്മയാണ്. ആദ്യ പകുതിയിൽ പ്രണയത്തിനും മറ്റു സീനുകൾക്കും അമിത പ്രാധാന്യം നൽകിയത് സിനിമയുടെ വേഗത കുറയ്ക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. പതിവ് ശൈലികളൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിജോയുടെ മുൻ സിനിമകളിലെ പോലെ തന്നെ അമിതമായ ഡയലോഗുകളും പ്രസംഗങ്ങളും ചിലപ്പോൾ ബോറടിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. ക്ലൈമാക്സ് ചിലയിടങ്ങളിൽ CGIയുടെ ഉപയോഗം പ്രകടമായി തന്നെ തോന്നുന്നുണ്ട്. റേറ്റിംഗ് നോക്കുവാണെങ്കിൽ 3.5 ഔട്ട് ഓഫ് 5 ആണ് പ്രേക്ഷകർ ഇതിന് നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ പള്ളിച്ചട്ടമ്പി ഒരു പക്ക മാസ് പ്ലസ് ക്ലാസ് എൻ്റർടൈനറാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കഥയിലെ ചില ക്ലീശകൾ മാറ്റി നിർത്തിയാൽ ഈ വിഷുക്കാലത്ത് കുടുംബത്തോടൊപ്പം കണ്ടിരിക്കാവുന്ന മികച്ചൊരു തിയേറ്റർ അനുഭവമാണിത്. ടൊവിനോയുടെ മാസ് പ്രകടനവും പൃഥ്വിരാജിൻ്റെ കാമിയോയും സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ വിഷുക്കാലത്ത് മറ്റൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു പടമാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ഒരു സിനിമയാണ്. മലയാള സിനിമയിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന കോമഡി ത്രില്ലർ പരീക്ഷണങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നായി ഒരു ദുരൂഹ സാഹചര്യത്തിൽ മാറുകയാണ്. ഹ്യൂമറും സസ്പെൻസും എങ്ങനെ മനോഹരമായി കോർത്തിണക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ചിത്രം. ചിത്രത്തിൻ്റെ ആത്മാവ് അതിൻ്റെ തിരക്കഥ തന്നെയാണ്. ഒരു സാധാരണ ഹെൽത്ത് സെൻറ്റർ ജീവനക്കാരനായ സേതു, കുഞ്ചാക്കോ ബോബനാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഒരു പാവം മനുഷ്യനാണ്. തൻ്റെ മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരനെ പൊന്നുപോലെ നോക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്നാൽ ഒരു രാത്രിയിൽ അവരുടെ വീട്ടിലേക്ക് ഒരു അപരിചിതൻ കടന്നു വരുന്നതോടെ കഥയുടെ ഗതി തന്നെ മാറുകയാണ്. ആ അപരിചിതൻ ആരാണ്? അയാൾ എന്തിനാണ് അവിടെ വന്നത്? ആ രാത്രിയിൽ ആ വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സേതുവിൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഭയവും ആകാംക്ഷയും നിറഞ്ഞ 2 മണിക്കൂർ 15 മിനിറ്റാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ഈ സിനിമയുടെ ഡയറക്ടർ. സംവിധായകൻ്റെ കയ്യൊപ്പ് ഓരോ ഫ്രെയിമിലും വ്യക്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരം ത്രില്ലറുകളിൽ കോമഡി ചേർക്കുമ്പോൾ കഥയുടെ തീവ്രത നഷ്ടപ്പെടാറുണ്ട്.
എന്നാൽ ഇവിടെ കോമഡി സാഹചര്യങ്ങളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുകയാണ്. വേഗത നോക്കുകയാണെങ്കിൽ ആദ്യ പകുതി കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താനും തമാശകൾക്കും പ്രാധാന്യം നൽകുമ്പോൾ രണ്ടാം പകുതി പൂർണ്ണമായും ഒരു ത്രില്ലറായി മാറുകയാണ്. സംഭാഷണങ്ങളിലെ ലാളിത്യവും സ്വാഭാവികതയുമാണ് സിനിമയെ ജനങ്ങളോട് അടുപ്പിക്കുന്നത്. അതുതന്നെയാണ് തിരക്കഥയുടെ പ്രത്യേകതയും. അഭിനേതാക്കളുടെ പ്രകടനമൊക്കെ എടുക്കുകയാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ പേടിയും നിസ്സഹായ അവസ്ഥയും നിറഞ്ഞ സേതുവായിട്ട് ചാക്കോച്ചൻ ജീവിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വൈകാരികമായ രംഗങ്ങളിൽ അദ്ദേഹം പുലർത്തിയ മിതത്വം പ്രശംസനീയമാണ്. സജിൻ ഗോപു സിനിമയിലെ ചിരിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഡയലോഗ് ഡെലിവറിയും തിയേറ്ററിൽ പൊട്ടിച്ചിരികൾ പടർത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഗൗരവമേറിയ വേഷങ്ങളിൽ ദിലീഷ് പോത്തൻ്റെ മികവ് ഇതിലും കാണാവുന്നതാണ്. സിനിമയുടെ നിഗൂഢത നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. ഒരു നടൻ എന്ന നിലയിൽ ചിദംബരത്തിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് ഇതിനെ വിളിക്കാം. അർമിയാസ് എന്ന കഥാപാത്രം പ്രേക്ഷകരിൽ ഒരു പ്രത്യേക ആകാംക്ഷ നിറയ്ക്കുന്നുണ്ട് എന്നത് സത്യമാണ്. മറ്റുള്ള കഥാപാത്രങ്ങൾ ജാഫർ ഇടുക്കി, രാജേഷ് മാധവൻ, ശരണ്യ ആർ നായർ എന്നിവർ തങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഡോൺ വിൻസെൻ്റ് ആണ് അതിൻ്റെ മ്യൂസീഷ്യൻ. ത്രില്ലർ രംഗങ്ങളിൽ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പശ്ചാത്തല സംഗീതം ചിത്രത്തിന് വലിയ മുതൽക്കൂട്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അധികം പാട്ടുകളില്ലാത്തത് കഥയുടെ ഒഴുക്കിനെ തന്നെ സഹായിക്കുന്നുണ്ട്. പാട്ടുകൾ കഥാസന്ദർഭവുമായി ചേർന്ന് നിൽക്കുകയാണ്. രാത്രികാല ദൃശ്യങ്ങളും വീടിനുള്ളിലെ ഇൻഡോർ ഷോട്ടുകളും വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ലൈറ്റിങ്ങിലെ പരീക്ഷണങ്ങൾ ദുരൂഹത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ലാഗ് ഒട്ടുമില്ലാതെ കഥ പറഞ്ഞു പോകാൻ എഡിറ്റർക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉദ്വേഗജനകമായ കഥാപരിസരമാണ്. താരങ്ങളുടെ മികച്ച കെമിസ്ട്രിയുണ്ട്, സ്വാഭാവികമായ തമാശകളുണ്ട്, മികച്ച പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ട്. എന്നാൽ ദോഷങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ, ഇതിൻ്റെ നെഗറ്റീവ്സൊക്കെ നോക്കുവാണെങ്കിൽ ക്ലൈമാക്സിലെ ചില കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ളതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചില കഥാപാത്രങ്ങൾക്ക് അല്പം കൂടി പ്രാധാന്യം നൽകാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരു ഫൈനൽ വെർഡിക്റ്റ് നോക്കുവാണെങ്കിൽ, നിങ്ങൾ നല്ല ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരേ സമയം ചിരിക്കാനും ത്രില്ലടിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ നിങ്ങൾക്ക് തൃപ്തി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏപ്രിൽ മാസത്തിലെ ഏറ്റവും മികച്ച സിനിമയിൽ ഒന്നാണിത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 4.2 ഔട്ട് ഓഫ് 5 ആണ് പ്രേക്ഷകർ ഇതിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ്. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മികച്ച ചിത്രമാണിത്. കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ പറ്റിയ ഒരു ക്ലീൻ മൂവിയാണ്. നിങ്ങൾ ഇതിൽ ഏത് സിനിമയാണ് ഈ വിഷുക്കാലത്ത് കുടുംബത്തോടൊപ്പം പോയത് അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം പോയി കണ്ടത്? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഏത് സിനിമയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.